എൻ്റെ മനസ്സിൽ ഇത് ഉദിക്കാനുള്ള കാരണം തന്നെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മഴക്കാല സമയത്ത് ഏറ്റവും കൂടുതൽ വാട്ടർ ബോൺ ഡിസീസസ് ഉള്ളത് കുട്ടികൾക്കാണ് വരുന്നത്. അപ്പോൾ കുട്ടികളിൽ നിന്ന് അത് പിന്നെ ഡിസെൻട്രിയും കോളറയൊക്കെ കാര്യങ്ങളൊക്കെ വന്നത് മറ്റുള്ളവർക്ക് പകരാനുമുള്ള എല്ലാ സാഹചര്യമുണ്ട്. അപ്പം എന്തായാലും കുറച്ചെങ്കിലും സ്കൂളുകൾക്ക് നല്ല കുടിവെള്ളം കുട്ടികൾക്ക് കൊടുക്കണമെന്ന ഒറ്റ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഏകദേശം 150 സ്കൂളിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ ഓരോരോ ലൊക്കേഷനിൽ നമ്മളിങ്ങനെ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10-60 എണ്ണം വന്നു, ബാക്കി ഇപ്പോൾ അടുത്ത് തന്നെ എത്തും. അപ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ ആശംസ. നല്ല രീതിയിൽ മുന്നോട്ട് പോകും.
വൈകിയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചു ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. Allegiance to the same. Its honor and its glory depends upon the zeal and assiduity with which each one of us will shoulder one's responsibilities of a good citizen. Its history, written in letters of gold, inspires us to put in good work for the fair name of our country. We declare our unflinching loyalty to our national flag and maintain that its cause shall be our cause and that each individual amongst us shall make genuine efforts to add to its luster and glory and make it fly proudly aloft in the comity of nations. Jai Hind. Please keep standing for one more minute for silent peace for world peace. Silent prayer for world peace. President Lions Club Nayatupara, also requesting Lion P.K. Narayan MJ, Sona Chairperson for a presidential address. Thank you. Chairperson, Lion Srija Manmohan MJ, Region Chairperson, മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് വന്ന പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ, കേവലം 1.5 വർഷം മാത്രം ഈ ലയൺസത്തിൽ ആയിട്ടുള്ള എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് ഇത്തവണ തന്നത്. സോൺ ചെയർപേഴ്സൺ എന്ന പദവി ഡിസ്ട്രിക്ട് ഗവർണറും ക്ലബ്ബുകളും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ചങ്ങല കണ്ണിയാണ് സോൺ ചെയർപേഴ്സൺ എന്നുള്ളത്. അത് അദ്ദേഹം എന്നെ വിശ്വസിച്ചേൽപ്പിച്ചത് അത് വളരെ ഭംഗിയായി കൃത്യതയോടെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചടങ്ങും ഇങ്ങനെ 4 ക്ലബ്ബുകൾ ചേർന്ന് നമുക്ക് നടത്താൻ സാധിച്ചത്. ക്ലബ്ബുകൾ ലയൺസിൻ്റെ ചരിത്രത്തിലേക്കോ അതിൻ്റെ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല. നമ്മുടെ ഓരോ ക്ലബ്ബുകളും 4 സോണിലും 4 ക്ലബ്ബുകളും ശക്തരായ ക്ലബ്ബുകൾ തന്നെയാണ്. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിൻ്റെ നിലവിലുള്ള നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സോൺ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാനും റീജിയൻ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ശ്രീജ മനോജും വളരെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി DGയുടെ നിർദ്ദേശങ്ങൾ അവരിലേക്ക് കൈമാറി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. കൂടുതൽ സംസാരിക്കേണ്ട ഒരു സമയമല്ല എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ നമ്മുടെ ഓരോ ക്ലബിൻ്റെയും റിപ്പോർട്ടിംഗ് ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയെ ക്ഷണിക്കുന്നു. തീർച്ചയായും തുടർന്ന് അങ്ങോട്ടും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഡെയിൽ ഇന്ത്യൻ ആർമിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച നായിട്ടുപാറ സിൽവർ ഹോസ്പിറ്റലിലെ ഡോക്ടർ PV വേണുഗോപാലിനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. എൻവയോൺമെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. തുടർന്ന് KPC ഹയർ സെക്കൻഡറി സ്കൂളിന് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഗുഡ് ഈവനിങ് ടു ഓൾ. 2022 നവംബർ 1-ാം തീയതിയാണ് മട്ടന്നൂർ സമർപ്പണയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 2024-25 വർഷം ജൂലൈ 1-ാം തീയതി പുതിയ ലയൺസ് വർഷത്തിലേക്കുള്ള ആരംഭത്തിൽ തന്നെ ടേക്ക് ഓഫ് ടു ടേക്ക് ഓവർ എന്ന പേരിൽ ഈ വർഷം 5 പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ഭാഗ്യം മട്ടന്നൂർ സമർപ്പണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഹോണറിംഗ് ചാർട്ടേഡ് അക്കൗണ്ട്സ്
ശ്രീ സുരേഷ് നമ്പൂതിരിയെ മട്ടന്നൂർ സമർപ്പണ ആദരിച്ചു. അതുപോലെ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡോക്ടർമാരായ നമ്മുടെ സുചിത്ര മേമിനെയും സുധീർ ഡോക്ടറെയും ആദരിക്കുവാനുള്ള ഒരു ഭാഗ്യം മട്ടന്നൂർ സമർപ്പണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മട്ടന്നൂരിലെ അനീഷിനും കുടുംബത്തിനും മാവിൻ തൈയും കുറച്ച് തൈകൾ അങ്ങനെ നൽകിക്കൊണ്ട് ട്രീ പ്ലാന്റിങ്ങിലും മട്ടന്നൂർ സമർപ്പണ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഹങ്കർ ലീഫിൻ്റെ ഭാഗ്യമായി നെല്ലൂന്നിലെ ശ്രീമതി സുലോചനയ്ക്ക് ഭക്ഷണ കിറ്റ് വിതരണവും നടത്തിയിട്ടുണ്ട്. ബ്ലഡ് ഡൊണേഷൻ സമർപ്പണയുടെ ട്രഷററായ ബിന്നി നിഷാദ് ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. Schooling at Payyannur, pre-degree from Payyannur College. Diploma in Automobile Engineering at ATS Bhopal of Electrical and Mechanical Engineering of Indian Army. Retired as Head of Department, Hydraulic Division, Total, France. Lan K.V. Ramachandran joined Lionism 1998 and occupied following posts. Club President 2016-17, District Chairperson 2017-18, Joint Cabinet Secretary 2018-19, District Cabinet Secretary 2019-20, District Cabinet Treasurer 2020-21, Chief Additional Cabinet Treasurer 2021-22. He was elected as Second Vice District Governor in the year 2022-23 at the convention held at Wayanad. His commitment towards Lionism earned him so many awards and accolades, some of them as follows. Outstanding President Award 2016-17, International President's Excellence Award 2016-17, District Governor's Special Appreciation Award 2018-19, District Governor's Excellence Award as JCS 2018-19, Best Performance Award as District Cabinet Secretary 2019-20, Lion of the Year Award 2019-20, International President's Leadership Award 2019-20, International President's Presidential Award Medal 2020-21, Best Cabinet Secretary Award of the Multiple 318 2019-20, etc. are few of them. He happily married Chitralekha Ramachandran, who is the manager, Pilapara UPU School and an active Lion member, and was Lions President of Payyannur Lions Club in the year 2015-16, and also served as District Ladies Lions Forum Treasurer 2020-21. The couple was blessed with 2 daughters, Sarida and Sabida. Both are postgraduate teachers. Sarida married to Sunil Kumar as Air Force pilot. Sabida married to Manoj Kumar, ISS Director General of Ministry of Petroleum Assessment Cell. Jai Hind, Jai Lions. Respected Chairman of this great function, Lion Narayan, Zone Chairperson, my cabinet colleague, District Cabinet Secretary Gangadharan, District Cabinet Treasurer Chakosi Joseph, my dear friend, and he is working a great service to the Lions fraternity. KPD Jalil is always in all the meetings. Any place we call him, he is ready to come and occupy. Srija Manoj, Regional Chairperson, Lion Valsala MP Samarpana President, Lion Ashokan Chalod Crown President, Lion Srijit Nayatubara President, and Lion Rajmohan Mail President. And thank you, Srijit, for the wonderful introduction once again. Thank you. And Lion Rajmohan Mail President. And those who are sitting in the front, senior leaders like Advocate Srija, Captain Chako Karimbil, and my dear Lions, Lady Lions, family members, Leos, invited guests,
once again, warm good evening. Menon sir is sitting there. Good evening. Good evening to all once again. It's absolutely a great day for me because this is the first time I am conducting a DG visit in the zone thing. 4 clubs together. There may be some difficulties at the same time. There is so many plus points when we gather together for a zone level DG meeting. Number one, the financial aspects. സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൊണ്ട് നമ്മുടെ ക്ലബിന് അധികം ടാക്സ് ചെയ്യാണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പറ്റും. നമ്പർ 2, we together, 4 clubs together with harmony, we will be working together. അത് എല്ലാ സോണിലുമുള്ള എല്ലാ ക്ലബുകളും എല്ലാ സമയവും ഒരുമിച്ച് ഉണ്ടാവാറില്ല. പക്ഷേ ഇറ്റ്സ് എ വണ്ടർഫുൾ ടൈം ടു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദ ഡിഫറെൻറ്റ് ക്ലബ്സ്. നേരത്തെ ഞാൻ ഡയറക്ടർ ബോർഡിൽ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓൾവേസ് നമ്മുടെ ഈ ലയൺസ് ക്ലബ്ബ് ഒരു ഫാമിലി ക്ലബ്ബ് എന്ന നിലയിൽ ഉയർന്നു വരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളൊരു ഫാമിലി ക്ലബിൽ കുട്ടികളും മറ്റുള്ള ഈവൻ നിങ്ങളുടെ പാരൻസിനെ വരെ നിങ്ങൾ ഈ ക്ലബിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കാം, കാര്യപരിപാടികളിൽ ഭാഗവാക്കാക്കാം. അതേപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാം, ഡാൻസ്, പാട്ട്, അതേപോലെ നല്ല നല്ല എൻ്റർടൈൻ പ്രോഗ്രാം നടത്താം. കുട്ടികൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊടുക്കാം. അതായത് നമ്മളൊരു കൂട്ടായ്മയോടെ നല്ല ഒരു ഫാമിലി ക്ലബ്ബായിട്ട് നമ്മൾ ഓരോ ക്ലബിനും വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ അതെന്തുകൊണ്ടും നമ്മൾ ലയൺസത്തിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ലയൺസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ ലയൺസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, അതേപോലെ ഫാമിലി മീറ്റിങ്ങുകളിൽ. അപ്പോൾ നേരത്തെ ഞാൻ സമർപ്പണമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്യാദർ മോർ പീപ്പിൾ, കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻ്റായി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ നമ്മളെ പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന സർവീസുകളും നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റും. മിണ്ടല്ല കുഞ്ഞുങ്ങൾ, കീപ് ക്വയറ്റ് പ്ലീസ്. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പിന്നെ നീ വന്ന് പറയണം ഇവിടെ കേട്ടാ, നിന്നെ വിളിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഓരോ പരിപാടികളും വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ സർവീസ് ചെയ്യുന്നതും അതേപോലെ നമ്മൾ ആൾക്കാരെ ഇത് ചെയ്യുന്നതും. അപ്പോൾ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചു, നേരത്തെ നിരൂപിനോട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. കാരണം നിരൂപ് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. പക്ഷേ അവിടെ ഹോസ്പിറ്റലുള്ള സമയത്ത് എൻ്റെ മുഖാന്തരം ഒരുപടി ആൾക്കാർക്ക് നിരൂപിൻ്റെ കെയർ ഓഫിൽ സൗകര്യം ചെയ്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പെരിയാർ മെഡിക്കൽ ഡോക്ടർ രാജീവ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മളെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, വക്കീലുകൾ, അതേപോലെ തന്നെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ നമ്മൾക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രസ്ഥാനത്തിനും നമ്മൾക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോഴും പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ലയൺസ് പ്രസ്ഥാനത്തിലുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ പേടിയിന്ന് വേറൊരു ലയൺസുകാരൻ സാധനം വാങ്ങിക്കാൻ പാടില്ലെന്നൊക്കെ പറയും, അല്ലെങ്കിൽ അത് പബ്ലിസിറ്റി കൊടുക്കരുത്. പക്ഷേ അതൊക്കെ മാറി. ഇപ്പോൾ എന്ന് വെച്ചാൽ ലയൺസ് തന്നെ ലയൺസ് LBN എന്ന് പറഞ്ഞിട്ട് ലയൺസ് ബിസിനസ് നെറ്റ്വർക്ക് എന്നതിൻ്റെ ഒരു പ്രോഗ്രാം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ മൾട്ടിപ്പിളിൻ്റെ ഡോക്ടർ സനലാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ കാര്യങ്ങളും ചേർന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ഇപ്പോൾ ബിസിനസ് ആയാലും, കാരണം ഇവിടെ കുറേ ബിസിനസ് ആൾക്കാരുണ്ടാവും, നമ്മളെ പല ആൾക്കാർക്കും പല സാധനങ്ങളും പല കാര്യങ്ങളും ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മളെ ആൾക്കാരിലേക്ക് സമീപിച്ച് നമുക്ക് മിനിമം ഈവൻ ബാർഗെയിനൊന്നും ചെയ്യാതെ നല്ല റേറ്റിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് കൂട്ടായ്മയും കൂടി ഇതിൻ്റെ കൂടെ വളർത്തിയെടുക്കാൻ പറ്റും. അത് എന്തുകൊണ്ടും നമ്മൾക്കും നമ്മളുടെ പ്രസ്ഥാനത്തും നല്ലതാണ്. നമ്മൾ സ്വയം നമ്മളെ പല ആൾക്കാരായിട്ട് ബന്ധപ്പെടാനും നമ്മളെ എന്താ പറയുക ഓരോ കാര്യത്തിലും നമുക്കത് ഉപകാരപ്രദമായി ഉണ്ടാവും, പക്ക ഉപകാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശേഷം കൂടിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രധാന നിങ്ങളെ ലീഡർഷിപ്പ് സ്കിൽ, നമ്മൾ പല ലീഡർഷിപ്പ് പ്രോഗ്രാം നടത്തിയിട്ട് ഇപ്പം നാരായണൻ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ചാക്കോവും അതേപോലെ ശ്രീജിയും എല്ലാവരും ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ അവസരം കിട്ടുമ്പോഴൊക്കെ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. ചെറിയൊരു
താമസിക്കേണ്ട ചിലവ് അങ്ങനെ ചെറിയ പൈസക്കേ ചിലവുള്ളൂ. പക്ഷേ യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ ലയൺസിൻ്റെ മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് നയിക്കാനും നമ്മൾ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് പ്രോഗ്രാം നമ്മളെ ഉള്ളിലുള്ള അറിവിനെയും കഴിവിനെയും ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ലയൺസ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ ട്രെയിനിങ് വരുമ്പോൾ നമ്മൾ ഇടും. അപ്പോൾ ആ സമയത്ത് നിങ്ങളത് മനസ്സിലാക്കി അധികം സീറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പം ഒരു ട്രെയിനിങ്ങിന് 12-15 സീറ്റൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം 12 ആൾ നമ്മൾ അയച്ചു. 15 ആൾക്ക് വരെ സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആരും മുന്നോട്ട് വന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യപ്പെടണം. അപ്പോൾ നമ്മളൊരു നല്ലൊരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നല്ലൊരു ക്ലബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? ബിക്കോസ് വെൻ യു ഡു ഗുഡ് സർവീസ്, കാരണം നമ്മളെ ലക്ഷ്യം തന്നെ നമ്മളെ മോട്ടോ തന്നെ വി സർവാണ്. നമ്മൾ നല്ല രീതിയിൽ സർവീസ് എന്തിനാണ് ചെയ്യുന്നത്? കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പം മുതൽ ജനിച്ച് വീണ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പലതരത്തിലുള്ള സഹായങ്ങൾ നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന്, നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള സഹായങ്ങൾ നമ്മളെ പറ്റിയിട്ടുണ്ടാവും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ ചേർന്ന് ഇറ്റ് ഈസ് എ ടൈം ടു ഗീവ് സംതിങ് ബാക്ക് ടു ദ സൊസൈറ്റി. നമുക്ക് സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ അടുത്ത് തന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ ലിം ക്യാമ്പ്, ഈ കാലൊക്കെ നഷ്ടപ്പെട്ട് ഇപ്പം ഈ ജീവിതശൈലി രോഗം കാരണം ഡയബറ്റിക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ആൾക്കാരെ ആംപ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾക്ക് അവരെ കൈ പിടിച്ചുയർത്തി അവർക്ക് ഒരു എന്താ പറയുക ബെഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് നടന്ന് ആൾക്കാരായിട്ട് സംസാരിക്കാനും പുറത്ത് പോകാനൊക്കെയുള്ള ഒരവസരം സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഈ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ലിം ക്യാമ്പ്. ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ കൂത്തുപറമ്പിലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ജനനന്മക്കായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹായം നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ സന്തോഷം ഉണ്ടാകും, നിങ്ങൾക്കതിൻ്റെ ഭാഗ്യം എന്താ പറയുക ദൈവാനുഗ്രഹം ഉണ്ടാവും തന്നെ പറയാം. അപ്പോൾ കഴിയുന്ന സഹായം എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം പകരട്ടെ, അങ്ങനെയുള്ള നമ്മൾ ചെയ്യുന്ന സർവീസുകൾ. അപ്പോൾ അങ്ങനെയുള്ള സർവീസ് ചെയ്യാൻ ഒന്ന് മുൻകൈ എടുക്കണം എല്ലാവരും, എല്ലാ ക്ലബ്ബുകാരും. പിന്നെ വേറെ എന്നുള്ളത് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ് നമ്മളെ സ്കൂളിൽ ഏകദേശം 20,000 രൂപയോളം വില വരും അതിന്. അപ്പോൾ അത് ഇന്ന് ഇപ്പോൾ നമ്മളെ മയിൽ ക്ലബിൻ്റെ രാജ്മോഹൻ സാറും നാരായൺ സാറും കൂടെ നമ്മൾ ഏത് സ്ഥലം പറഞ്ഞത് കൊറലായി ദ്വീപ്, അവിടെ നമ്മൾ ആ സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൽ ആ ഫിൽറ്റർ കൊടുത്തു. അപ്പോൾ അവിടെ ഉപ്പുവെള്ളമാണ് അവിടെ ചുറ്റുപാടൊക്കെ. അപ്പോൾ നല്ല കുടിവെള്ളം ആ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഈ നല്ല കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മഴയൊക്കെ ആകുമ്പോൾ ഒരുപടി കുട്ടികൾ സ്കൂളിലെ ആൾക്കാർക്ക് വയറ്റിൽ പ്രശ്നം, വാട്ടർ ബോൺ ഡിസീസസ്, ബാക്ടീരിയ, കോളിഫോം ബാക്ടീരിയ അല്ല മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ വന്ന് വയറിന് അസുഖവും അത് പകരുന്ന തരത്തിലുള്ള രോഗമായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികൾക്കെങ്കിലും നല്ല കുറച്ച് കുടിവെള്ളം കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ വർഷം നമ്മുടെ ക്യാബിനറ്റ് നമ്മൾ അംഗീകരിച്ചാണ് 150 സ്കൂളുകളിൽ 150 ഫിൽറ്റർ 20,000 രൂപയുടെ ഏകദേശം 30 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും സഹായത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ LCF കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു, ആ LCF കോൺട്രിബ്യൂഷൻ തിരിച്ച് നമ്മൾക്ക് തന്നെ കിട്ടുന്നു. ഒരു കലക്റ്റീവായിട്ട് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വരും ഭാവിയിൽ നിങ്ങളെല്ലാം സഹായവും പ്രതീക്ഷിക്കുന്നു. വയനാട് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും ഡയബറ്റീസം പടർന്നു വരുന്നുണ്ട്. കാരണം അമിതമായ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗവും ഷുഗറിൻ്റെ ഉപയോഗം, സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം, ഇതൊക്കെ കുട്ടികളിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി എത്തിക്കാൻ ഷുഗർ മൂവ്മെൻറ്റ് തന്നെ ഒരു ബോർഡ് 2,500 രൂപ മറ്റേ ആ ബോർഡിനുള്ളൂ. അതെല്ലാ സ്കൂളിലും പ്രദർശിപ്പിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഇടയിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്തു, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. അതായത് വീടുകളിൽ ചെടികളെയും അല്ലെങ്കിൽ പച്ചക്കറിയെയും നമ്മൾ സ്വയം ഉണ്ടാക്കി അതെങ്ങനെയാണ് നമ്മളെ മാനസിക സമ്മർദ്ദത്തെ കുറക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് നടത്തിയിരുന്നു നീലേശ്വരം കോളേജിൽ, അഗ്രികൾച്ചർ കോളേജിൽ. അത് നമ്മൾ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ക്ലബ്ബ് ലെവലിലേക്ക് അത് വരും.
അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ക്ലബിനെ സംബന്ധിച്ചോളം റിപ്പോർട്ടിംഗ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, ഡിസ്ട്രിക്റ്റിലും ഇൻ്റർനാഷണലും. അപ്പോൾ കാരണം വെച്ചാൽ ലോകം മുഴുവൻ അതറിയും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ എന്ത് സർവീസാണ് ചെയ്യുന്നത്, നമ്മളെന്ത് സർവീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെയാണ് നമ്മളെ ഓരോ പരിപാടിയും സസ്റ്റൈനബിൾ പ്രൊജക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു ഒരു ബസ് ഷെൽട്ടർ ഇവിടെ നിർമ്മിച്ചു, ഇറ്റ്സ് എ സസ്റ്റൈനബിൾ പ്രൊജക്റ്റ്. അത് നിങ്ങൾ റിപ്പയർ ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പല വർഷങ്ങളിലേക്ക് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു നല്ല സിഗ്നേച്ചർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ക്ലബിൻ്റെയും ആ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെയും പേര് ഉന്നതിയിലെത്തിക്കാനുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. അതേപോലെ തന്നെ ഗുഡ് പബ്ലിക് റിലേഷൻ, ആൾക്കാരായിട്ടൊക്കെ നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പബ്ലിക് റിലേഷനിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ KPT ഇവിടെയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങൾ ഈ ലയൺസ് പ്രസ്ഥാനം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പബ്ലിക് റിലേഷൻ, നമ്മൾ ചെയ്യുന്ന ഓരോ സർവീസും പബ്ലിക് അറിയണം. നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും ജനങ്ങൾ വീക്ഷിക്കണം, അവർക്കറിയണം. ഇപ്പോൾ ഒരുപാട് പരിപാടി നമ്മൾ ഈ ഡയബറ്റിക് നവംബർ 14 ഡയബറ്റിക് ഡേ ആയിരുന്നു. നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, മാഹി ഏരിയയിൽ ചുരുങ്ങിയത് ഒരു 60 പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ജനനന്മക്കായിട്ട് ചെയ്യുന്നതാണ്. ആ ജനനന്മ ചെയ്യുന്നതിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാവുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സന്തോഷവും. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കാരണം വെച്ചാൽ എല്ലാവരും ലേറ്റായി. നമ്മൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നാണ്, അവർക്കെല്ലാം പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഈ നമ്മളെ ഓരോ മെമ്പേഴ്സിനും, ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും, പാരൻസിനും അല്ലെങ്കിൽ അവിടുത്തെ നമ്മളെ ലേഡി ലയൺസിനും കുടുംബാംഗങ്ങൾക്കും വളരെ നല്ല ഒരു ദിനം നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ലയൺസ്.
ഒരു DG പോയിട്ട് വിസിറ്റ് ചെയ്യുക പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു നടക്കാത്ത സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് മുൻനിർത്തിക്കൊണ്ട് മറ്റ് ക്ലബ്ബുകളും ഇതേ മാതൃക സ്വീകരിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഈ യോഗത്തിൽ കൂടി, ഈ DG മീറ്റിങ്ങിൽ കൂടി നമുക്ക് മറ്റ് ക്ലബ്ബുകൾക്ക് കൊടുക്കുവാനുള്ളത്. ഇത് വിജയപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ 4 ക്ലബ്ബുകളും ലയൺസ് ക്ലബ്ബ് ഓഫ് മയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ല രീതിയിലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാം കൊണ്ടും റിപ്പോർട്ടിങ്ങിൽ ഇവിടെ നിങ്ങളെല്ലാവരും കേട്ട് കാണും. സെക്രട്ടറിയുടെ റിപ്പോർട്ടിംഗ് നല്ലൊരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 84,000 പോയിൻറ്റോളം ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് അവർ നേടിയെടുത്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബ്ബ് ഓഫ് മട്ടന്നൂർ സമർപ്പണ മെമ്പർഷിപ്പിൽ കുറച്ച് കുറവാണെങ്കിലും അവരുടെ കഴിവിനനുസരിച്ച്, അവർ ബോർഡ് മീറ്റിങ്ങിൽ പറഞ്ഞത് അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു ലേഡീസ് ക്ലബ്ബാണ്, മാതൃകാപരമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുന്നു. ലയൺസ് ക്ലബ്ബ് ഓഫ് ചാലോട് ക്രൗൺ 26ഓളം മെമ്പർമാർ നിലവിലുണ്ട്. അവരുടെ മെമ്പർഷിപ്പ് ഇനിയും കൂട്ടുവാനുണ്ട്. അവരുടെ പ്രവർത്തനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങളിലും കുറച്ചുകൂടി പോയിന്റിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. 30,000-ഓളം പോയിന്റ് അവരും നേടിയിട്ടുണ്ട്. സോൺ ലെവലിൽ അല്ലെങ്കിൽ 4 ക്ലബ്ബ് കൂടിയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ ഒരു ഒഫീഷ്യൽ വിസിറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം 4 ക്ലബ്ബിൽ ഇൻഡിവിജ്വലായി ഓടേണ്ടത് ഞങ്ങളൊരു ഒറ്റ ഓട്ടത്തിൽ പൂർത്തിയാക്കി എന്നുള്ളൊരു സത്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നിരുന്നാലും DB മീറ്റിങ്ങുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഓരോ ക്ലബിൻ്റെയും അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ ബോർഡ് മീറ്റിങ്ങിൽ വിലയിരുത്തുവാനും മുന്നോട്ടുള്ള ബാക്കി ഉള്ള മാസങ്ങളിൽ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ വേണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകുവാനും ഡിസ്ട്രിക്ട് ഗവർണർക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആത്മസംതൃപ്തി നൽകുന്നൊരു സംഭവമാണ്. ജനറൽ ബോഡി മീറ്റിംഗല്ല, ഡിസ്ട്രിക്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം DB മീറ്റിങ്ങിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് നടക്കുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകിയ RCക്കും ZCക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. ക്യാബിനറ്റ് ട്രഷറർ എന്ന നിലയിൽ ക്ലബ്ബുകളുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സാണ് ഞാൻ സംസാരിക്കേണ്ടത്. ക്ലബ്ബുകളുടെ 4 ക്ലബ്ബുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഓരോ ക്ലബിൻ്റെയും പേരെടുത്ത് ഞാൻ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളോ അല്ല തരേണ്ടതോ അതോ തന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ DB മീറ്റിംഗ് അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ പ്രത്യേകം സംസാരിച്ചതാണ്. അപ്പോൾ ഒരു ക്ലബിൻ്റെ ഒരു ബാധ്യത മറ്റൊരു ക്ലബിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് തരേണ്ട ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സഹായങ്ങൾ ഡിസ്ട്രിക്റ്റിന് ഫുള്ളായിട്ട് തന്ന ക്ലബ്ബുണ്ട്, തരാൻ സാധിക്കാത്ത ക്ലബ്ബുണ്ട്. അതുകൊണ്ട് തന്നെ തന്നവർക്ക് നന്ദി പറയുന്നു. തരാൻ സാധിക്കാത്തവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലയൺസ് തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലയൺസ്. സമാനതകളില്ലാത്ത നേതാവ്, ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഊർജ്ജസ്വലനായ നമ്മുടെ സോൺ ചെയർമാൻ നാരായണേട്ടൻ, നമ്മുടെ ഏവരും ആരാധനയോട് നോക്കിക്കാണുന്ന പ്രവൃത്തികളിലും അല്ലാതെയും സ്നേഹം പിടിച്ചുപറ്റുന്ന ആരാധ്യനായ നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ രാമേന്ദ്രേട്ടൻ, ചിത്രേച്ചി, DCS ഗംഗാട്ടൻ, അതുപോലെ തന്നെ ചാക്കോ ജോസഫ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഇവിടെ കണ്ടക്ട് ചെയ്ത 4 ക്ലബ്ബുകളിൽ കഴിഞ്ഞ വർഷത്തിന് മുൻവർഷം ഞാൻ ഗ്ലോബൽ എക്സ്റ്റൻഷൻ ടീം പുതിയ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്ന ഒരു ചാർജായിരുന്നു എനിക്ക്. ആ സമയത്താണ് നായാട്ടുപാറയും ഈ 2 പുതിയ ക്ലബ്ബുകൾ ഉണ്ടാക്കിയത്. ഒന്ന് സമർപ്പണ ഉണ്ടാക്കിയത് മട്ടന്നൂരാണെങ്കിൽ മയിൽ ഉണ്ടാക്കിയത് നമ്മുടെ പ്രിയങ്കരിയായ ശ്രീജ അഡ്വക്കേറ്റാണ്. അവരുടെ പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ മയിൽ ക്ലബ്ബ് 20 മെമ്പേഴ്സിൽ നിന്ന് തുടങ്ങി ഇന്ന് 38ലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ എൻ്റെ വാട്സപ്പിൽ നോക്കുമ്പോൾ ഇപ്പോൾ
കഴിഞ്ഞ വർഷത്തെ അവാർഡ് അത് നമ്മളെ മയിൽ ക്ലബ്ബ് ഏറ്റവും നന്നായിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുള്ള അവാർഡുണ്ട്. അതുപോലെ തന്നെ ക്രൗൺ ക്ലബിന് SFK, അതുപോലെ തന്നെ ശ്രീജ മനോജൻ, ശ്രീജ സഞ്ജീവ്, ഇവർക്കൊക്കെ അവരുടെ സേവനങ്ങൾ അല്ലെങ്കിൽ അവർ ക്ലബിന് വേണ്ടി ചെയ്ത ആ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ അവാർഡിൻ്റെ ഇപ്പോഴത്തെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. എന്നിൽ അർപ്പിതമായ കാരണം മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലയൺസ് പ്രസ്ഥാനം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് 1.5 മില്യൺ മെമ്പർഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ മെമ്പർഷിപ്പ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ ആൾക്കാർ, ഞാൻ പറഞ്ഞത് ഒരു വർഷം കൊണ്ട് 18 മെമ്പർമാരെ മയിൽ ക്ലബ്ബ് ആഡ് ചെയ്തു. അതുമാതിരി എല്ലാ ക്ലബ്ബുകളും വിചാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടാക്കാം. നമ്മുടെ അടുത്ത വർഷത്തെ നമ്മൾ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റിൻ്റെ ഒരു ആഗ്രഹമാണ്, അദ്ദേഹം വരുമ്പോഴേക്ക് നമുക്ക് 1.5 മില്യൺ മെമ്പേഴ്സ് നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണമെന്ന് നമ്മളുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മുടെ മയിൽ ക്ലബിൻ്റെ സെക്രട്ടറി അദ്ദേഹം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പത്രത്തിൽ എല്ലാ ദിവസവും വരുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യുന്നൊരു ക്ലബ്ബാണ്. അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് എല്ലാ സമയത്തും എനിക്ക് അയച്ചു തരാറുണ്ട്. കഴിഞ്ഞ 3 മാസം ഓരോ മാസ പ്രവൃത്തികളും ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവൃത്തികളും അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 4 ക്ലബ്ബും നിങ്ങൾ അതിൻ്റെ കൃത്യമായ പ്രവൃത്തി നടത്തുകയും അത് മാധ്യമങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഉദ്ദേശിക്കുന്ന 1.5 മില്യൺ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ലയൺസും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മയിൽ നാനാട്ടിൻ്റെ നേതൃത്വം തന്നെയാണ്, നമ്മുടെ പ്രസിഡൻ്റൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന അതേമാതിരിയുള്ള പ്രവൃത്തികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ലയൺസ് പ്രസ്ഥാനം വളരെയധികം ഉന്നതിയിലേക്ക് പോകും എന്നുള്ള യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഈ 4 ക്ലബിനും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ വൈകി. കാരണം ഫാമിലി ബെനിഫിറ്റ് സ്കീമിൻ്റെ ഒരു കാര്യം പറയണം. അതിപ്പോൾ ഓർമ്മിക്കാൻ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇന്നിപ്പം വയനാട് നിന്ന് നമ്മളൊരു മെമ്പർ മരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഫാമിലി ബെനിഫിറ്റ് സ്കീം നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല, അദ്ദേഹം മെമ്പറല്ല. ഇന്നത്തെ കാലാവസ്ഥയിൽ 1268 മെമ്പർമാരാണ് ഇന്ന് പുതിയ മെമ്പർ ജോയിൻ ചെയ്ത് അടക്കം 1268 മെമ്പർമാരാണ് നമുക്കുള്ളത്. ഏകദേശം നമ്മുടെ ഒരാൾക്കാർ നമ്മളിന്ന് വിട്ടുപിരിഞ്ഞാൽ 6 ലക്ഷത്തോളം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഏജ് കണക്കാക്കിയിട്ടാണ് മിനിമം ഒരു 5 ലക്ഷം രൂപയും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ പലതും കാണുന്നുണ്ട്. നമ്മൾ പലരും വിചാരിക്കും ലയൺസ് പ്രസ്ഥാനത്തിലെ ലയൺസിൻ്റെ മെമ്പർമാർ ഭയങ്കരമായ സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന്, ചിലവർക്കില്ല. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, ഉള്ള മെമ്പർമാർ നമ്മളിന്ന് വിട്ടുപോകുമ്പോൾ അതിൻ്റെ കുടുംബത്തിനൊരു കൈത്താങ്ങായി 3 ദിവസം കൊണ്ടാണ് യാതൊരു രേഖയും ഇല്ലാതെ ഈ പണം അവരുടെ വീട്ടിലെത്തിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ഫാമിലി ബെനിഫിറ്റ് സ്കീമിലേക്ക് ചേരാതെ മെമ്പർമാർ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണ്ടി ഞാൻ കൃത്യമായിട്ട് അയക്കാം. നിങ്ങളെ പ്രസിഡന്റുമാരോട് നിങ്ങൾ പറഞ്ഞാൽ മതി. എല്ലാവരും അതിൽ മെമ്പറുമായി അംഗീകാരം, പിന്നെ നമ്മളതിൽ എല്ലാവരും ചുരുങ്ങിയത് നമ്മളിപ്പം 6000 ചില്ലറ മെമ്പർമാരുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 1262 മെമ്പർമാരേ ഉള്ളൂ. ഒരു 3000 മെമ്പർമാരുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 ലക്ഷം രൂപ നമ്മൾ മരണപ്പെട്ട് അവരുടെ കുടുംബത്തിന് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം പത്രധാര അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ ലയൺസ് പ്രസ്ഥാനത്തിനെ എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും വൈകിയ വേളയായി, നിങ്ങൾ 5 മണി മുതലേ വെയിറ്റ് ചെയ്യാമെന്നറിയാം. ഒരുപാട് പ്രസംഗം കേട്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ലയൺസ് പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇനി 4 ക്ലബ്ബും നമുക്കറിയാം ഇന്ന് ഒന്നിനൊന്നും എല്ലാം മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വരികയാണ്. ചില ക്ലബ്ബ് റിപ്പോർട്ടിങ്ങിലെല്ലാം കുറച്ച് പുറകിലാണെന്ന് അറിയാം. എന്നാലും അവരെല്ലാവരും വരുന്ന ദിവസങ്ങൾ റിപ്പോർട്ടിംഗ് ആയാലും ഡ്യൂസ് ആയാലും പ്രവർത്തന മികവിലായാലും എല്ലാവരും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഉറപ്പുണ്ട്. ഞാൻ ഈ ക്ലബിൻ്റെ RC ആണ്. എൻ്റെ സോൺ 1 ആണിത്. 2 സോണാണുള്ളത്. ഈ സോണിലുള്ള 4 ക്ലബ്ബുകളും ഒത്തൊരുമിച്ച് വളരെ നമ്മൾ ഒരുമയോടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിന്നൊരു സോൺ ലെവൽ DG വിസിറ്റ് നമ്മുടെ DGയുടെ ആവശ്യപ്രകാരം ആദ്യമായിട്ട് ഒരു സോൺ ചെയ്യുകയാണ്. അപ്പോൾ DG ഹാപ്പിയാണ്, നമ്മൾ 4 ക്ലബ്ബും ഹാപ്പിയാണ്. ഒരുമിച്ച് ആ ഒരു പണി ഒറ്റ ഒരു ദിവസം കൂടെ കഴിഞ്ഞല്ലോ. അപ്പം നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മുടെ കുറേ കലാകാരന്മാരും കലാകാരികളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ പ്രസിഡന്റുമാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലയണിസം.
A small memento to our DCT, Lion Chaco Joseph. A small memento to our marketing and advertising, KPT Jilly. Stop. RC Srija Manu. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി നമ്മുടെ ചീഫ് ഗസ്റ്റ് ലയൺ രാമേന്ദ്രൻ സർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ലയൺ കുടുംബാംഗങ്ങളെ ബഹുമാനികൾ, പറഞ്ഞതുപോലെ ഒരു കല്യാണ വീട്ടിൽ 4 ക്ലബ്ബുകൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു സോൺ DG വിസിറ്റ് നടത്തുന്നത്. അതിലുള്ള സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രാമചന്ദ്രൻ സർ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് എന്തായാലും പറയണമെന്ന് തോന്നി. കാരണം വളരെ വിനയം, എപ്പോഴും വാക്കുകളിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആര് എപ്പോൾ വിളിച്ചാലും വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന് നമ്മുടെ ഈ സോണിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ ഈ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നും പിന്നിലും മുന്നിലും നിന്ന് സഹകരിക്കുന്ന നമ്മുടെ ചിത്ര രാമചന്ദ്രൻ, അവരെയും ശ്രീമതി ചിത്രേച്ചയും ഈ സോണിന് വേണ്ടിയുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ, തവ ശുഭ നാമേ ജാഹേ तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे